അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ആക്ട് 2026 മാർച്ച് മാസം 10-ാം തീയതി കേരള ഗസറ്റിലെ അസാധാരണത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അഭിഭാഷകർക്ക് ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ക്ഷേമനിധി എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി അത് ശരിക്കും അഭിഭാഷകർക്ക് യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്ത തരത്തിലാണ് ഭേദഗതി നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ള വസ്തുത എല്ലാവരെയും ബോധ്യപ്പെടേണ്ടതുണ്ട്. ക്ഷേമനിധി 20 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ള പ്രസ്താവന തികച്ചും വാസ്തവവിരുദ്ധമാണ്. ഈ വർഷത്തെ വർധനവ് വെറും 2 ലക്ഷം രൂപ മാത്രമാണ്. ഓരോ വർഷവും 2 ലക്ഷം രൂപ വീതം വർദ്ധിച്ച് 2030 എത്തുമ്പോൾ 20 ലക്ഷം രൂപയായി ക്ഷേമനിധി വർദ്ധിക്കുമെന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ 40 കൊല്ലം ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് 40 കൊല്ലം കഴിഞ്ഞ ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ വിരമിക്കാൻ ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് വെറും 12 ലക്ഷം രൂപ മാത്രമാണ്. അതാണ് നമുക്ക് ഈ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള ഒരു നേട്ടം. പക്ഷേ 20 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ള വെളിപ്പെടുത്തലുകളും സ്ഥാപനങ്ങളും വാസ്തവവിരുദ്ധമാണെന്ന് പറയുവാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അഭിഭാഷക ക്ഷേമനിധി സ്റ്റാമ്പിന്റെ വർധനവ് 300%. അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. അഭിഭാഷകരുടെ ക്ഷേമനിധി മിനിമം 50 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് നിരവധി വർഷങ്ങളായി അഭിഭാഷക സംഘടനകളും അതുപോലെ തന്നെ അഭിഭാഷകരും ഒന്നടങ്കം കാലാകാലങ്ങളിലുള്ള സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത്തരത്തിൽ അഭിഭാഷകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ അഭിഭാഷക ക്ഷേമനിധി വർദ്ധിപ്പിച്ച് കാലാനുസൃതമായി ഭേദഗതി വരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ 500 രൂപ മുതൽ 4000 രൂപ വരെ ആയിരുന്ന സബ്സ്ക്രിപ്ഷൻ മിനിമം 1000 രൂപ മുതൽ 6500 രൂപ വരെയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സീനിയർ ഡെസിഗ്നേറ്റഡ് അഭിഭാഷകന്റെ സബ്സ്ക്രിപ്ഷൻ തുക 10000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ തുകയിലെ വർധനവിലൂടെയും കൂടാതെ ഒരു അഭിഭാഷകന്റെ വക്കാലത്ത് ഫയൽ ചെയ്യുമ്പോൾ ജില്ലാ കോടതി ഉൾപ്പെടെയുള്ള ലോവർ കോടതികളിൽ ഉണ്ടായിരുന്ന അഭിഭാഷക വെൽഫെയർ സ്റ്റാമ്പ് 25 രൂപയായിരുന്നത് 100 രൂപയായി വർദ്ധിപ്പിക്കുകയും ഹൈക്കോടതി ഉൾപ്പെടെയുള്ളവിടത്ത് ഉണ്ടായിരുന്ന 50 രൂപ സ്റ്റാമ്പ് 200 രൂപയായി വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ജൂനിയർ അഭിഭാഷകർക്ക് സ്റ്റൈഫൻഡ് എന്ന ഇനത്തിൽ പുതിയ സ്റ്റാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ജൂനിയർ അഡ്വക്കേറ്റ്സ് സ്റ്റൈഫൻ സ്റ്റാമ്പ്. അത് ഡിസ്ട്രിക്ട് കോടതി ഉൾപ്പെടെയുള്ള ലോവർ കോടതികളിൽ 25 രൂപയായും ഹൈക്കോടതിയിൽ 50 രൂപയുമായിട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. അങ്ങനെ പല കോണുകളിലൂടെ അഭിഭാഷകരിൽ നിന്ന് പണം സ്വരൂപിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുകയും അതുപോലെ പുതിയ സ്റ്റാമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ക്ഷേമനിധിയുടെ സബ്സ്ക്രിപ്ഷൻ തുക വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും 2 ലക്ഷം രൂപ മാത്രമാണ് ഒരു അഭിഭാഷകന്റെ ക്ഷേമനിധിയിൽ വർധനവ് വന്നിട്ടുള്ളത് എന്നുള്ള വസ്തുത എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയാണ്.